നാളെ പരലോകത്ത് അല്ലാഹു തആല ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞ 4 കാര്യങ്ങളിൽ ഒന്നല്ലേ ആ ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. യുവത്വത്തെ കുറിച്ച് അൻശബാബിഹി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരുപാട് യുവാക്കൾ ഈ സദസ്സിലുണ്ട്. അൽഹംദുലില്ലാഹ്. സാധാരണ കാണാത്ത ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. വയലുകളിലൊന്നും ചെറുപ്പക്കാരില്ല എന്ന പരാതി ആരും ഇനി പറയണ്ട. നമ്മുടെ നാട് വിളിച്ചാൽ ക്ഷണിച്ചാൽ കേൾക്കാൻ തയ്യാറുള്ള ഒരു നാടായി മാറുകയാണ്. ഈ ചെറുപ്പക്കാരോട് പറയുകയാണ്, ഇപ്പൊ നമുക്ക് കൈക്കരുത്തുള്ള പ്രായമാണ്, നല്ല സമ്പത്ത് കിട്ടുന്ന പ്രായമാണ്, ഓടിച്ചാടി നടക്കാൻ പറ്റുന്ന പ്രായമാണ്. അതുകൊണ്ട് തന്നെ ഈ വയസ്സ് പടച്ചോൻ പ്രത്യേകം ചോദിക്കും. 44 വയസ്സിന്റെ ഉള്ളിൽ കുടുങ്ങുന്ന നമ്മളോട് അൻശബാബിഹി, ആ യുവത്വത്തെ കുറിച്ച് ചോദിക്കും. എന്തിലാ ചെലവഴിച്ചത്? ക്ലബ്ബുകളിലായിരുന്നോ, ടൂറുകളിലായിരുന്നോ, ഡാൻസ് ബാറുകളിലായിരുന്നോ, മദ്യക്കുപ്പികളിലായിരുന്നോ, ഹാൻസും കഞ്ചാവും സിഗരറ്റും അടക്കം വലിച്ചു നടക്കുകയായിരുന്നോ? എന്തിലായിരുന്നു നീ ലയിപ്പിച്ച് തീർത്തത് ഈ പ്രായമെന്ന് ചോദിക്കും. ആ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്? പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനുണ്ടോ? രോഗികളുടെ കൂടെ നിൽക്കാനുണ്ടോ? വീടില്ലാത്തവന്റെ പ്രയാസങ്ങൾ അന്വേഷിക്കാറുണ്ടോ? ഭക്ഷണം കിട്ടാത്തവനെ പറ്റി അന്വേഷിക്കാറുണ്ടോ? പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മൾ ഈ ഒരു നന്മന്റെ കൂടെ ഉണ്ടാവുക. ഒരുപാട് പ്രോഗ്രാമുകൾ യുവാക്കൾക്ക് വേണ്ടി നമ്മൾ കരുതി വെച്ചിരിക്കുകയാണ്. അവരുടെ ദാമ്പത്യം ഉഷാറാക്കിയെടുക്കാൻ, അവരുടെ ജീവിതത്തിൽ നല്ല രൂപത്തിൽ ദഅവത്തിലേക്ക് ഇറങ്ങാൻ, ദീനിയായ ധാരാളം അറിവ് വർദ്ധിപ്പിക്കാൻ ധാരാളം കിതാബുകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പഠിക്കാനുള്ള ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ തുറന്നിട്ടിരിക്കുകയാണ്. പീസ് റേഡിയോ 24 മണിക്കൂർ നമുക്ക് ദീനി കേൾക്കാൻ, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുപാട് കൗൺസിലിംഗ് ഡെസ്കുകൾ തുറന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയും നമ്മള് ഒന്നും കിട്ടണില്ല, ഒന്നും പഠിക്കാൻ പറ്റില്ല. ഒരു കാരണം പറയാനില്ല.